ദിവസങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങി. ഇന്നാണ് ലക്ഷ്മിയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസം. അനിയും നവമിയും രാവിലെ തന്നെ അവിടെ എത്തി. നവമിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു, പക്ഷെ രാജൻ നിർബന്ധിച്ചത് കൊണ്ട് വന്നതാണ്. പപ്പി ഇപ്പോൾ ആകെ ഒതുങ്ങിയ മട്ടാണ്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അവർ വല്ലാതെ ക്ഷീണതയാണ്. ഇതുവരെ അവർക്ക് ലക്ഷ്മിയുടെ തീരുമാനത്തോട് യോജിക്കാൻ പറ്റിയിട്ടില്ല. അതിനെ ചൊല്ലി അമ്മയും മകളും നിത്യവും വഴക്കാണ്. സത്യം പറഞ്ഞാൽ ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതമാണ് പപ്പി ഇപ്പോൾ ജീവിക്കുന്നത്. കാർത്തി ഇപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ സുമിയുടെ വീട്ടിലാണ്. അവനും അച്ഛമ്മയോടൊപ്പം നിൽക്കാൻ ഇഷ്ടമാണ്. സുമ പതി അവനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇന്നും അവനെ സുമ രാവിലെ വന്ന് കൊണ്ടുപോയി. അതാണ് നല്ലെന്ന് രാജനും തോന്നി. നാമി അവിടേക്ക് ചെന്നിട്ട് അനിയോടൊപ്പം ഹാളിലിരിക്കുകയാണ് ചെയ്തത്. അവൾക്ക് അന്ന് പപ്പി തന്നോട് പറഞ്ഞ വാക്കുകളൊന്നും മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിന്റെ ഒരു വകൾച്ച അവൾ കാണിക്കുക തന്നെ ചെയ്തു. അടുക്കളയിൽ ചായ വെക്കുകയാണ് പപ്പി. ലക്ഷ്മിയും കൂടെയുണ്ട്. അവൾ റെഡിയായി നിൽക്കുകയാണ്. അവൾ വരുന്നവർക്കുള്ള പലഹാരങ്ങൾ പാത്രത്തിലേക്ക് പകർത്തുകയാണ്. സൗമ്യ പറഞ്ഞതുപോലെ നാമിക്ക് ഇപ്പൊ കുറച്ച് അഹങ്കാരം ഉണ്ടല്ലേ അമ്മേ. കുറെ വീടൊക്കെ ആയാലോ, അതിന്റെ കാണാനുണ്ട്. ഇല്ലെങ്കിൽ വന്നിട്ട് ഇത്ര നേരമായിട്ടും അമ്മയുടെ അടുത്തേക്കൊന്നും വന്നതുപോലും ഇല്ലല്ലോ. ലക്ഷ്മി പറയുമ്പോൾ പപ്പി കേട്ടെന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അതേസമയം തന്നെയാണ് മുറ്റത്തൊരു കാർ വന്നിരുന്നത്. അമ്മേ, അവർ വന്നു തോന്നും, വേഗമാകട്ടെ. ലക്ഷ്മി തിരക്ക് കൂട്ടി. ഇതേ സമയം ജോർജും അയാളുടെ അമ്മച്ചും മേരിയും പിന്നെ സഹോദരി ജോസ്മയും കാറിൽ നിന്നും ഇറങ്ങി. വരൂ. അനിയും വിഷ്ണുവും അവരെ അകത്തേക്ക് ക്ഷണിച്ചു. വീടൊക്കെ കൊള്ളാം. മേരി ചുറ്റുപാടും നോക്കി വിലയിരുത്തി. അവർ ഹാളിലിരുന്നു. ജോർജ് വെളുത്തൽപ്പം തടിച്ച പ്രകൃതമാണ്. അയ്യേ, ഈ തടീനെയാണോ അവൾക്കിഷ്ടായത്? സൗമ്യ പുച്ഛത്തോടെ ഓർത്തു. ഉള്ളത് പറയാലോ, എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. ജാതി വേറെ എന്നത് പോട്ടെന്ന് വയ്ക്കുമായിരുന്നു. ഇത് രണ്ടാം കെട്ടല്ലയോ, പോരത്തിന് ഒരു കൊച്ചും. പിന്നെ ഇവനിത് മതിന്ന ഒറ്റ നിർബന്ധത്തിലാണ് ഇത് ഇവിടെ വരെ എത്തിയത്. എനിക്ക് എന്റെ ചെറുക്കനെ കഴിഞ്ഞുള്ളൂ എന്നും അവനും അതെ. അല്ലടാ, മേരി പറഞ്ഞപ്പോൾ ജോർജ് ചിരിയോടെ തലയാട്ടി. പിന്നെ പെണ്ണിനെ ഞങ്ങളുടെ കുളത്തിലേക്ക് മാറ്റും. കെട്ട് അത് കഴിഞ്ഞ് നടത്താനായിരുന്നു എനിക്കിഷ്ടം. പിന്നെ അത് കുറച്ചു മാസം പിടിക്കണത് കൊണ്ട് കെട്ടിന് ശേഷം മതിയെന്ന് തൽക്കാലം തീരുമാനിച്ചു. ഞങ്ങളുടെ അച്ഛനോടും സൂചിപ്പിച്ചിട്ടുണ്ട്. മേരി പറയുമ്പോൾ എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങൂ. മേരി തീർത്ത് പറയുമ്പോൾ ലക്ഷ്മി ചെന്ന് കയറാൻ പോകുന്നത് ഒരു കുരുക്കിലേക്കാണെന്ന് അനിക്കും നാമിക്കുമൊക്കെ തോന്നി തുടങ്ങി. എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഒന്നും ഒളിച്ചു വെക്കുന്ന പരിപാടിയേ എനിക്കില്ല. എല്ലാം അങ്ങ് വെട്ടി തുറന്ന് പറയും. ഒരു വിധത്തിൽ അത് നല്ല കാര്യമാണ്. മേരി പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. മൂത്ത ചെറുക്കൻ ഇതാണല്ലേ? അനിയെ നോക്കി മേരി രാജനോട് തിരക്കി. അതെ, അനിരുദ്ധൻ. കൂടെയുള്ളത് അവന്റെ ഭാര്യ നവമി. ഇത് വിഷ്ണു, ഞങ്ങളുടെ രണ്ടാമത്തെ മകൻ. ഇത് അവന്റെ ഭാര്യ സൗമ്യ. ഏറ്റവും ഇളയ മകളാണ് ലക്ഷ്മി. മൂത്ത ചെറുക്കനെ അറിയാം. ജംഗ്ഷനിൽ കാർ വർക്ക്ഷോപ്പ് നടത്തുന്നത് നീയല്ലേ? മേരി ചോദിച്ചപ്പോൾ അനി അതിന് പറഞ്ഞു. ഇവളുമാർക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? സത്യം പറഞ്ഞ മേരിയുടെ ഈ സംസാര രീതി ആർക്കും ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല. ഞാൻ അക്കൗണ്ടന്റ് ആണ്. സൗമ്യയോടെ ചോദ്യം കേട്ട് മുഷിച്ചിലോടെ പറഞ്ഞു. നീയോടി? അവിടെ നോട്ട് നവമയുടെ നിറക്കൈ. ഞാൻ അധ്യാപികയാണ്. ആ, ടീച്ചറാണോ? അവിടെ കണ്ണുകളൊന്ന് വിടർന്നിട്ടുണ്ട്. ഏത് സ്കൂളിലാണ്? സ്കൂളിലല്ല, ഇവിടെ ടൗണിലെ RN കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അതേത്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. മേരി പറയുമ്പോൾ സൗമ്യ നവമിയെ നോക്കിയൊന്ന് ചിരിച്ചു. അതിൽ ഒരു കളിയാക്കലുണ്ടായിരുന്നു. അമ്മച്ചി, നമ്മുടെ നാൻസി പഠിച്ച സ്ഥലം ഏത്? ആ, പ്രൈവറ്റ് കോളേജോ? ആന്ന്. അത്ര നേരം തെളിഞ്ഞിരുന്ന മേരിയുടെ മുഖം മങ്ങി. അനിയുടെ കണ്ണുകൾ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലിരിക്കുന്ന ജോർജിലായിരുന്നു. അവൻ മുഷ്ടി ചുറ്റി തന്റെ ദേഷ്യം മടക്കി. ലക്ഷ്മി സ്വയം വീണ്ടും ഒരു പരാജയം കൂടി ഏറ്റുവാങ്ങാൻ പോവുകയാണ് അനിയുടെ മനസ്സ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. അമ്മച്ചി സംസാരം നിർത്തുന്നില്ല എന്ന് കണ്ടതും ജോർജ് ജോസ്മിയെ ഒന്ന് നോക്കി. അമ്മച്ചി, പെണ്ണിനെ കാണണ്ടേ? ഓ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? എന്നാ വൈകിക്കണ്ട. മേരി പറഞ്ഞതും അത് കേൾക്കാൻ കാത്തിരുന്നപ്പോൾ ലക്ഷ്മി ചായയുമായി വന്നിരുന്നു. പിന്നിൽ പലഹാരങ്ങൾ അടങ്ങിയ പാത്രവുമായി പപ്പിയും. ജോർജിന് ചായ കൊടുക്കുമ്പോൾ ലക്ഷ്മി ഒന്ന് ചിരിച്ചു. ഇവൻ ഫോട്ടോയിൽ കാണിച്ച പോലെ അല്ലല്ലോ, അതിൽ ഇച്ചിരി കൂടെ നിറമുണ്ടായിരുന്നു. മേരി തുറന്നടിച്ചു പറയുമ്പോൾ ലക്ഷ്മിയുടെ മുഖം വിളറി. കാർത്തിയെപ്പറ്റി അവർ ആരും തന്നെ ഒന്ന് തിരക്കിയത് പോലുമില്ലെന്ന് നാമി ശ്രദ്ധിച്ചു. അവൾക്ക് എല്ലാവരോടും അമർഷമാണ് തോന്നിയത്. നല്ല ബെസ്റ്റ് കുടുംബം തന്നെയാണ് നിന്റെ പെങ്ങൾ കണ്ടുപിടിച്ചത്. സൗമ്യ ഒരു പുച്ഛത്തോടെ വിഷ്ണുവിന്റെ ചെവിയിൽ പറഞ്ഞു. അവനും അത് ശരിയാണെന്ന് തോന്നി. ജോർജ് മേരി പറയുന്നതിനെ ഒന്ന് എതിർക്കുന്നത് പോലും ഇല്ലെന്ന് മാത്രമല്ല, എല്ലാം ഒരു തമാശ മട്ടിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും വന്ന് അധിക ദിവസം ആകുന്നതിന് മുന്നേ എന്റെ ചെറുക്കനെ വശത്താക്കി കളഞ്ഞല്ലോ. അപ്പോ ചില്ലറ മിടുക്കൊന്നുമല്ല കയ്യിലുള്ളത്. മേരി വലിയ തമാശ പറഞ്ഞെന്ന മട്ടിൽ സ്വയം ചിരിച്ചപ്പോൾ ലക്ഷ്മി ജോർജിനെ ദേഷ്യത്തോടെ നോക്കി. അയാളൊന്നും പറയില്ലെന്ന മട്ടിൽ കണ്ണു ചിമ്മി കാണിച്ചു. ഇതാണ് എന്റെ ഭാര്യ പത്മിനി. ചായ കുടിക്ക്. രാജൻ പരിചയപ്പെടുത്തിയതും പപ്പി വരുത്തി തീർത്ത ചിരിയോടെ അവരോട് പറഞ്ഞു.
മധുരം ഇട്ടിട്ടുണ്ടോ? ഇല്ല. അച്ചായൻ പറഞ്ഞതും അമ്മച്ചി മധുരമിട്ട ചായ കുടിക്കില്ലെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ മേരിയുടെ മുഖം ഒന്ന് വിടാറും. വേറെയൊന്നുമല്ല, അവളെ അച്ചായനെന്ന സംബോധന അവർക്ക് ബോധിച്ചു. ജോസ്മി എന്ത് ചെയ്യുന്നു? അവൾ നല്ലൊരു അസൽ വീട്ടമ്മയാണ്. അവിടെ കേട്ടുവിന് ഇവൾ ജോലിക്ക് പോയതിന് താല്പര്യമില്ലെന്നേ. അല്ല, ഇവൾ ജോലിയെടുത്തിട്ട് ജീവിക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അവന് ബിസിനസ്സാണ്. മേരി ഗർവോടെ പറഞ്ഞു. ജോസ്മ എന്താണ് പഠിച്ചത്? ഞാൻ M.Com കഴിഞ്ഞതാണ്. നവമയുടെ ചോദ്യത്തിന് ജോസ്മ ചിരിയോടെ പറയുമ്പോൾ നവമയ്ക്ക് അവളോട് സഹതാപം തോന്നി. കാരണം മേരി സംസാരിക്കുമ്പോൾ അവളുടെ മുഖം മങ്ങിയത് വ്യക്തമായി കണ്ടതാണ്. ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ രാജൻ പറഞ്ഞപ്പോൾ തന്നെ ജോർജ് എഴുന്നേറ്റു. ലക്ഷ്മി അനിയും നവമിയും പണ്ട് ഉപയോഗിച്ചിരുന്ന മുറിയിലേക്കാണ് പോയത്. ജോർജും പിറകെ കയറി വാതിലടച്ചു. അവന്റെ ആ ഒരു പ്രവൃത്തിയിൽ രാജനും കുടുംബവും ഒന്ന് ഞെട്ടി. ദേ അച്ചയ, നിങ്ങളുടെ അമ്മച്ചി പറയുന്നതും എനിക്ക് പിടിക്കുന്നില്ല കേട്ടോ. ഞാൻ രണ്ടാം കെട്ടാണെന്നും എനിക്ക് നിറം ഇതേയുള്ളൂ എന്നൊന്നും അറിയാതെയല്ലോ നിങ്ങൾ എന്നെ സ്നേഹിച്ചത്. പിന്നെന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വശീകരിച്ചെന്നോ? എന്റെ ലക്ഷ്മി ഒന്ന് പതിയെ പറ. അമ്മച്ചി അത് ഒരു തമാശ മട്ടിൽ പറഞ്ഞതാ. നീ അതൊന്നും കാര്യമാക്കണ്ട. പ്രായമായവരല്ലേ. പിന്നെ എന്നോടൊരു ഇഷ്ടക്കൂടുതലുണ്ട്. അതിന് നിങ്ങളുടെ അമ്മച്ചിയെ പോലെ എന്റെ വീട്ടുകാർക്കും നമ്മുടെ ഈ ബന്ധത്തിനോട് താല്പര്യമില്ല. എന്റെ ഒറ്റ നിർബന്ധത്തിലാണ് ഇത് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. അവിടെ മുന്നിൽ ഞാൻ നാണം കെട്ടതുപോലെ ആയില്ലേ? സോറി. നിന്റെ വീട്ടുകാർക്ക് എന്നോടുള്ള ദേഷ്യത്തിന് കാണും എനിക്കറിയാം. പക്ഷെ മോളെ, നമുക്ക് അമ്മച്ചിയെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. നിനക്കറിയാലോ, നിന്നെ കാണുന്നത് വരെ കല്യാണം കുടുംബം എന്നൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല ഞാൻ. പക്ഷെ ഇപ്പോ ഞാൻ അത്ര കൊതിക്കുന്നുണ്ട് നിന്നോടൊപ്പമുള്ള ജീവിതത്തിന്. എന്നിലെ വെളിച്ചം പകർന്നു വന്ന മാലാഖിയാണ് നീ. നിന്നെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നാലെ നടന്ന് നിന്റെ സ്നേഹം ഞാൻ പിടിച്ചു വാങ്ങിയത്. അതുപോലെ അമ്മച്ചിയെ വെറുപ്പിക്കാനും. അങ്ങനെ ചെയ്ത ആ മെഡിക്കൽ സ്റ്റോർ മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാകും. വീടും പറമ്പും റബ്ബർ തോട്ടവും ഒക്കെ ജോസ്മ കൊണ്ടുപോകും. അല്ലെങ്കിൽ തന്നെ ജോപ്പിന് അതിലൊരു കണ്ണുണ്ട്. നീ വിഷമിക്കണ്ട. അമ്മച്ചിക്ക് ഇനി അധിക നാളൊന്നുമില്ല. അമ്മച്ചിയുടെ കാലശേഷം നമുക്ക് കാർത്തികൂടെ കൂട്ടാം. അയാൾ പറയുമ്പോൾ ലക്ഷ്മി ആ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് അയാളെ പുണർന്നു. ജോർജ് ഒരു ചിരിയോടെ അവളെ നെറുകിൽ ചുംബിച്ചു. കൊച്ചേ, നമുക്ക് പുറത്തേക്കിറങ്ങാം. അവർ നോക്കിയിരിക്കുന്നുണ്ടാകും. അടുത്തിടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അധികം താമസിപ്പിക്കണ്ട. അയാൾ പറഞ്ഞതിന് ലക്ഷ്മി പുഞ്ചിരിയോടെ തലയാട്ടി. ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരുടെയും നോട്ടം അവരിലേക്കായി. അപ്പോ എങ്ങനെയാ രാജ കാര്യങ്ങളൊക്കെ? അടുത്ത മാസം തന്നെ അങ്ങ് നടത്തിയേക്കാം. ഞങ്ങളൊന്ന് സംസാരിച്ചിട്ട് അറിയിക്കാം. രാജൻ പറഞ്ഞപ്പോൾ മേരിക്കത് അത്രയ്ക്കങ്ങ് പിടിച്ചില്ല. എന്നാ ശരി, ഞങ്ങളങ്ങ് ഇറങ്ങിയേക്കുക. പോകാനിറങ്ങുമ്പോൾ ജോർജ് അനിക്കും വിഷ്ണുവിനും ഒന്ന് കൈ കൊടുത്തു. ലക്ഷ്മി, ആ സ്ത്രീയുടെ സംസാരം നീ കേട്ടല്ലോ അല്ലേ? എന്താണ് നിന്റെ തീരുമാനം? എനിക്ക് അച്ചായനിൽ വിശ്വാസമുണ്ട് ഏട്ടാ. എനിക്കെന്തോ ഇത് ശരിയായി തോന്നിയില്ല. ജീവിക്കേണ്ടത് നീയാണ്. എന്തിനാണ് ഏട്ടാ വീണ്ടും ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് മാത്രം സന്തോഷമുള്ളൊരു കുടുംബം ഉണ്ടായാൽ മതിയോ? എനിക്കും വേണം. നിങ്ങളുടെയൊക്കെ ആഗ്രഹം ഞാൻ മുന്നോട്ടും എന്നെ ചതിച്ചവന്റെ വിധവയായി ജീവിക്കണമെന്നാണോ? ലക്ഷ്മി പൊട്ടിത്തെറിക്കുമ്പോൾ ചോദിച്ചപ്പോൾ എല്ലാരും അവളെ പകപ്പോടെ നോക്കി. അനിയേട്ടാ, നമുക്കിറങ്ങാം. അവന്റെ അരികിലേക്ക് വന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നവമി പറയുമ്പോൾ അവളുടെ മുഖം ഗൗരവത്തിലായിരുന്നു. പോകാം. അവളെ നോക്കിയെന്ന് കണ്ണ് ചിമ്മി പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ അരികിലേക്ക് നടന്നു. അനി, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. കാരണം മുന്നോട്ട് എനിക്കൊരു കുറ്റബോധം തോന്നരുത്. നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. അച്ഛാ, ഞങ്ങൾ ഇറങ്ങിയാണ്. മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി. പറഞ്ഞുകൊണ്ട് അനി നവമിയുമായി പുറത്തേക്ക് നടന്നു. ലക്ഷ്മി, ആ തള്ള സുമയാന്റിയെ പോലെയല്ല. അത് നിന്റെ മനസ്സിലൊന്ന് കുറിച്ചിട്ടു. ആ പിന്നെ നിന്റെ അച്ചായനും അയാളൊരു മണ്ണുണ്ണിയാണ്. ആ തള്ള ഇവിടെ കിടന്ന് അത്രയൊക്കെ പറഞ്ഞിട്ടും എല്ലാം കേട്ട് ഇളിച്ചോണ്ടിരിക്കുകയായിരുന്നു. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ നീ എങ്ങനെ ജീവിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. വാ വിഷ്ണു. പറഞ്ഞിട്ട് സമയം വിഷ്ണുവുമായി അവരുടെ മുറിയിലേക്ക് പോയി. ലക്ഷ്മി രാജനെയും പപ്പിയും വന്ന് നോക്കി. ഇനി നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ എന്ന രീതിയിൽ. പപ്പി, എനിക്ക് കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവരാമോ? അയാൾ ലക്ഷ്മിയെ ശ്രദ്ധിക്കാതെ പറഞ്ഞതും പപ്പി ഒന്ന് മൂളിക്കണ്ട് അടുക്കളയിലേക്ക് നടന്നു. അത് നോക്കി ലക്ഷ്മി മുറിയിലേക്കും. പിറ്റേ ദിവസം തന്നെ രാജൻ ജോർജിനെ വിളിച്ച് സമ്മതം അറിയിച്ചിരുന്നു. ചില കാരണങ്ങളാൽ വിവാഹം 2 മാസത്തിന് ശേഷം രജിസ്റ്റർ ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി. ലക്ഷ്മി ലോക്കറിലിരുന്ന തന്റെ സ്വർണം തിരികെ എടുത്തു. അതിൽ കുറച്ച് സുമേഷിന്റെ വീട് പണിക്ക് വേണ്ടി പണയം വെച്ചിരുന്നു. ബാക്കി ഒരു 10-30 പവനോളം ഉണ്ട്. ഇതിനിടയിൽ തന്റെ മകൻ തന്നിൽ നിന്നും അകന്നു പോകുന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചില്ല. അവൻ കൂടുതൽ ദിവസവും സുമയോടൊപ്പം നിൽക്കാൻ തുടങ്ങി. അച്ഛൻ അവന്റെ എല്ലാമായി മാറി തുടങ്ങി. പപ്പിക്കാകെ തളർച്ചയാണ്. തന്റെ കുടുംബം നശിച്ചു തുടങ്ങിയെന്നത് അവിടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തി. അടുക്കളയിലേക്ക് വാങ്ങുന്ന ഓരോ സാധനങ്ങളുടെയും കണക്ക് സമയം കൃത്യമായി ചോദിച്ചു തുടങ്ങി. തന്നെ സാമ്രാജ്യമായി കൊണ്ടു നടന്ന അടുക്കളയിൽ അവർക്കൊന്ന് ശ്വാസം വിടാൻ പോലും ഭയമായി തുടങ്ങി. ഓമനിച്ചു കൊണ്ടു നടന്ന മകന് തന്നെ ഒന്ന് വന്ന് കാണാൻ പോലും സമയമില്ലാതെയായി. അവർ ഒരു മൂലയിലിരിക്കുന്ന ഡപ്പ കയ്യിലെടുത്തു.
അനി ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെ പോയാലും ഒരു 2000 രൂപയ്ക്ക് മുകളിൽ തന്റെ കയ്യിലുണ്ടാകുമായിരുന്നു. ഇന്നതിൽ വെറും ചില്ലറ തുട്ടുകൾ മാത്രമാണുള്ളത്. ദിവസങ്ങൾ കടന്നുപോയി. നാളെയാണ് വിവാഹം. ലക്ഷ്മിക്ക് മനസ്സിനൊരു അസ്വസ്ഥത തോന്നി. കാർത്തി ഒരാഴ്ചയായി സുമയുടെ അടുത്താണ്. ദിവസങ്ങൾക്ക് ശേഷം അവൾ തന്റെ മകനെ ഒന്ന് കാണാൻ തോന്നി. അവൾ നേരെ പോയത് സുമയുടെ അടുത്തേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സുമ അവന് ചോറ് കൊടുക്കുകയാണ്. അവൻ ജിറാഫിന്റെ ചിത്രത്തിന് നിറം നൽകുകയാണ്. ലക്ഷ്മി അത് നോക്കിയിരുന്നു. താൻ എന്നാണ് തന്റെ മകൻ അവസാനമായി ചോറ് വാരിക്കൊടുത്തത്? അവൾ സ്വയം ചോദിച്ചു. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഓർത്തെടുക്കാൻ സാധിച്ചില്ല. കാർത്തിക്കുട്ട, ലക്ഷ്മി അവനെ നോക്കി വിളിച്ചു. താൻ വിളിക്കുമ്പോൾ ഓടി തന്റെ അരികിലേക്ക് വരുമെന്ന അവളെ പ്രതീക്ഷയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ അവളെ നോക്കി വീണ്ടും ചിത്രത്തിലേക്ക് മുഖം തിരിച്ചു. മുഖത്ത് അടി കിട്ടിയതുപോലെ നിന്നുപോയി ലക്ഷ്മി. മോനെ. ലക്ഷ്മി പതർച്ച നിറഞ്ഞ സ്വരത്തിൽ വിളിക്കുമ്പോൾ അവൻ വീണ്ടും അവളെ മുഖം ഉയർത്തി നോക്കി. എന്താ? അപരിചിതരാണെന്ന പോലെയുള്ള ചോദ്യം. അത് ലക്ഷ്മിയുടെ നെഞ്ചിൽ തന്നെ തറച്ചു. അകത്തേക്ക് വാ ലക്ഷ്മി. സുമ വിളിക്കുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അതിനു മുന്നേ കുറച്ച് മാറി പണി കഴിപ്പിച്ചിരിക്കുന്ന ആ ഇരുനില വീട്ടിലേക്ക് നോക്കി. തന്റെയും ആ ചതിന്റെയും സ്വപ്നമായിരുന്ന വീട് പകുതിയിൽ വെച്ച് ഉപേക്ഷിക്കേണ്ടി വന്നതും. എന്നാൽ ഇന്ന് അത് ഏകദേശം പണി പൂർത്തിയാക്കി നിർത്തിയിരിക്കുകയാണ്. പെയിന്റിങ്ങും കൂടെയാണ് ബാക്കിയുള്ളത്. രാജൻ പറഞ്ഞറിഞ്ഞത് സുമ ലോൺ എടുത്ത് വീടിന്റെ ബാക്കി പണി പൂർത്തിയാക്കുന്ന വിവരം. സാരില്ല, തന്റെ മകനെ ഇതെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ ഓർത്തുകൊണ്ട് സുമ താമസിക്കുന്ന ആ കുഞ്ഞു ഷീറ്റ് കൊണ്ട് പണിത വീട്ടിലേക്ക് കയറി. ഊണ് കഴിച്ചിരുന്നോ? കഴിച്ചിട്ടാ ഇറങ്ങിയത്. പറഞ്ഞു കഴിഞ്ഞതും ഇനി എന്ത് സംസാരിക്കണമെന്നറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കി. ഞാൻ കാർത്തിയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഇന്ന് അവൻ എന്റെ ഒപ്പം നിൽക്കട്ടെ. ഞാൻ വരില്ല, എനിക്ക് അച്ഛമ്മയുടെ കൂടെ നിന്നാ മതി. ലക്ഷ്മിയെ സുമയെ നോക്കി പറഞ്ഞു നിർത്തിയ ഉടനെ തന്നെ കാർത്തിയുടെ മറുപടിയും വന്നു. കാർത്തി. ലക്ഷ്മി അവനെ വിശ്വാസം വരാതെ നോക്കി. എനിക്ക് അമ്മ ഇഷ്ടമല്ല. എനിക്കറിയാം അമ്മ കല്യാണം കഴിച്ച് വേറെ വീട്ടിൽ പോകാൻ പോവാണെന്ന്. എന്റെ ഫ്രണ്ട്സൊക്കെ കളിയാക്കി. അമ്മയ്ക്ക് ഇനി എന്നെ വേണ്ടെന്നും പറഞ്ഞു. വേറെ ബേബി വരുമ്പോൾ എന്നെ തല്ലുമെന്നൊക്കെ അവർ പറഞ്ഞല്ലോ. ഞാൻ അച്ഛമ്മയുടെ കൂടെ നിന്നോളാം. എനിക്ക് അച്ഛമ്മയെ ഒത്തിരി ഇഷ്ടമായി. എനിക്ക് കഥ പറഞ്ഞു തരും, പാട്ട് പാടിത്തരും, ചോറ് വാരിത്തരും. പിന്നെ എന്നെ വഴക്കൊന്നും പറയില്ല. അമ്മ എപ്പോഴും എന്നെ വഴക്കിടും. എനിക്കിഷ്ടമല്ല അമ്മയെ. അവൻ ഓരോന്നും എണ്ണി പറയുമ്പോൾ ലക്ഷ്മി തറഞ്ഞിരുന്നു പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ. ഇടറെ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് അവന്റെ കവൾ തൊടാനാഞ്ഞതും അവൻ അവളുടെ കൈകൾ തട്ടി മാറ്റി സുമയുടെ മടിയിൽ പോയിരുന്നു. എന്റെ മോനെ, എന്നിൽ നിന്ന് അകറ്റിയപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായാലോ അല്ലേ? കാർത്തിയുടെ ദേഷ്യം കൂടെ അവൾ സുമയുടെ നേർക്ക് ചൊരിഞ്ഞുകൊണ്ട് തിരക്കി. നിന്നിൽ നിന്ന് അകറ്റാനോ? നീ എന്തൊക്കെയാ ലക്ഷ്മി പറയുന്നത്? ഞാനിതിനങ്ങനെ ചെയ്യുന്നത്? നീ അവന്റെ അമ്മയാണ്. പിന്നെ ഇപ്പൊ അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണെങ്കിൽ അവൻ തിരിച്ചറിവായി വരുന്ന പ്രായമാണ്. സ്കൂൾ കുട്ടികൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു കാണും. അതാണ് അവൻ മനസ്സിൽ നിറച്ചിരിക്കുന്നത്. ഞാൻ പറയാം അവനോട്. വേണ്ട, നിങ്ങളുടെ സഹായമൊന്നും വേണ്ട. അവൻ എന്റെ മോനാണ്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. വൈകാതെ ഞാൻ അവനെ ഇവിടെ നിന്നും കൊണ്ടുപോകും. അതുവരെയുള്ളൂ നിങ്ങളുടെ ഈ അഹങ്കാരം. വാശിയോടെ അവൾ പറയുമ്പോൾ സുമ ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത്. കാരണം അവൾ അങ്ങനെയാണ്. മറുവശത്ത് നിൽക്കുന്നയാൾക്ക് പറയാനൊരു അവസരം പോലും നൽകാതെ കുറ്റം മുഴുവനും അവരിൽ അടിച്ചേൽപ്പിക്കും. ലക്ഷ്മി സുമേഷ് ഇവിടെ കൊണ്ടുവന്ന് കാലം മുതൽ ഇങ്ങനെയാണ്. അവൾക്കൊട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല. പലപ്പോഴും വഴക്കൊഴിവാക്കാൻ താനൊന്നും മിണ്ടാതെ അവൾക്ക് പറയാനുള്ളത് കേട്ടു നിൽക്കും. സുമ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും അവൾ കാർത്തിനെ തുറച്ചു നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. മോൻ എന്തിനാ അമ്മയോട് അങ്ങനെ സംസാരിച്ചത്? അമ്മയ്ക്ക് സങ്കടമായില്ലേ? എനിക്ക് അമ്മ ഇഷ്ടമല്ല. അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലോ. അമ്മയ്ക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അമ്മ എനിക്കൊന്നും വാരി തരാറില്ല. അച്ഛമ്മ, ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉമ്മ തന്ന പോലെ അമ്മ എനിക്ക് തരാറേ ഇല്ലല്ലോ. കാർത്തി ഓരോന്നും ഓർത്തെടുത്ത് പറയുമ്പോൾ ആ കുഞ്ഞിന് എന്ത് മറുപടി കൊടുക്കണമെന്നറിയാതെ ഇരുന്നു പോയി സുമ. എന്നാലും അച്ഛയ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു കളഞ്ഞില്ലേ എന്നെ അവൻ ഇഷ്ടമല്ലെന്ന്, ഞാൻ നല്ലൊരു അമ്മയല്ലെന്ന്. വീട്ടിൽ വന്ന് ജോർജിനെ വിളിച്ച് സങ്കടം പറയുവാണ് ലക്ഷ്മി. കൊച്ചെ, കരയില്ലേ? നിനക്കറിയില്ലേ എനിക്ക് നീ കരയുന്നത് ഇഷ്ടമല്ലെന്ന്? എന്നാലും അച്ചായ, എന്റെ മോൻ. സാറില്ല കൊച്ചെ, നിനക്ക് ഞാനില്ലേ. എന്തായാലും ഇപ്പോ മോൾക്ക് മനസ്സിലായില്ലേ എത്ര സ്നേഹിച്ചാലും അവൻ അവന്റെ ചോരയുടെ ഗുണം കാണിക്കുമെന്ന്. നിന്നെ ചതിച്ച സുമേഷിന്റെ മകനാണ് അവൻ. നീ അത്ര കണ്ട് സ്നേഹിച്ചിട്ടും അവസാനം അവന്റെ അച്ഛന്റെ വീട്ടുകാരി മതിയെന്ന് പറഞ്ഞില്ലേ. ഇത് എന്റെ കൊച്ചിന് ഒരു തിരിച്ചറിവാവട്ടെ അച്ചായ. അയാൾ പറയുമ്പോൾ അവൾ സങ്കടത്തോടെ വിളിച്ചു. ഇല്ല, ഇനി ഞാൻ കരയില്ല. എന്നെ വേണ്ടത്തവരെ എനിക്കും വേണ്ട, അവൾ വാശിയോടെ പറഞ്ഞു. എതിരെയുള്ളത് തന്റെ മകനാണെന്നും താൻ അവനോട് പെരുമാറിയ രീതിയാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നും അവൾ ചിന്തിച്ചില്ല. ജോർജിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അതെ, നിനക്ക് ഞാനില്ലേ, നമ്മുടെ മക്കളില്ലേ? മക്കളോ? അതെ, എന്റെ കൊച്ചിന് സ്നേഹിക്കാൻ അച്ഛ എന്റെ കുറെ പിള്ളേരെ തരില്ലേ? ഞാനും നീ നമ്മുടെ മക്കളും. അയാൾ പറഞ്ഞപ്പോൾ അത്ര നേരം ഉണ്ടായിരുന്ന സങ്കടങ്ങളൊക്കെ മറന്ന് അവൾ നാണത്തോടെ ചിരിച്ചു. അയ്യേ, ഈ അച്ചായൻ എന്ത് നാണമാണോ കൊച്ചേ? ഇന്നുകൂടെ നാളെ രാത്രി എന്റെ അരികിൽ ഉണ്ടാകും നീ. എത്ര കൊതിച്ചതാണോ എന്ത്?
അവൾക്ക് കേൾക്കാൻ കൊതി തോന്നി. പറയട്ടെ? എന്റെ കൊച്ചിനെ മൊത്തത്തിൽ അങ്ങ് കടിച്ചു തിന്നണമേക്ക്. നിന്റെ ചുണ്ടും ഒക്കെ എന്റെ ഉറക്കം കടത്താൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. അയാൾ പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ലക്ഷ്മിക്ക് നാണോ ചമ്മലോ ഒക്കെ തോന്നി. എന്താടി വേണം മിണ്ടാത്തെ? അയാൾ വികാരം നിറഞ്ഞ സ്വരത്തിൽ തിരക്കി. അച്ചായ, ഇങ്ങനൊന്നും പറയല്ലേ. എന്താ നിനക്ക് വേണ്ടേ? അയ്യേ പറവച്ചേ, എനിക്ക് നിന്റെ വയർ തന്നെ കേൾക്കണം. പോ. ഞാൻ പറയില്ല, എനിക്ക് നാണം വരുന്നു. കൊച്ചേ, നാളെ അവൻ കൊതിച്ചിരിക്കുവാ ഞാനും. അവൾ പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു. അവിടെ സംസാരം നീണ്ടുപോയി. കാർത്തി എന്ന മകനെ ലക്ഷ്മി മറന്നു. അതായിരുന്നു ജോർജിന്റെ വിജയം.